നമസ്കാരം. പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി 4 പതിറ്റാണ്ടോളം സമുദ്രങ്ങളിൽ വിസ്മയം തീർത്ത A23A എന്ന കൂറ്റൻ മഞ്ഞുമല അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയെന്ന് അറിയപ്പെട്ടിരുന്ന ഇതിന് ലണ്ടൻ നഗരത്തിൻ്റെ ഇരട്ടിയിലധികം വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 1 ട്രില്യൺ ടൺ ഭാരമുണ്ടായിരുന്ന ഈ ഭീമൻ ഐസ് കട്ട ശാസ്ത്രലോകത്തിൻ്റെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 40 വർഷത്തോളമാണ് സമുദ്രങ്ങളിൽ നിലകൊണ്ടത്. 1986 ചെർണോബിൽ ആണവ ദുരന്തം നടന്ന അതേ വർഷം അന്റാർട്ടിക്കിലെ ഫിഗ്നർ റോൺ ഐസ് ഷെൽഫിൽ നിന്ന് വേർപെട്ട ഈ മഞ്ഞുമല ഇപ്പോൾ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചൂടുവെള്ളത്തിൽ ഉരുകിത്തീരുകയാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് മഞ്ഞുമലകൾ എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിച്ച ഒരു സഞ്ചാരത്തിന് കൂടിയാണ് ഇതോടെ തിരശീല വീഴുന്നത്. 1986 അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട ഉടൻ തന്നെ ഈ മഞ്ഞുമല സമുദ്രത്തിനടിയിലെ ചെളിയിൽ ഉറച്ചു പോവുകയായിരുന്നു. നീണ്ട 30 വർഷക്കാലം ഒരേ സ്ഥാനത്ത് ചലനമറ്റ നിലയിൽ കിടന്ന A23A 2020 അപ്രതീക്ഷിതമായി വീണ്ടും സഞ്ചാരം തുടങ്ങുന്നത്. സമുദ്രപ്രവാഹങ്ങൾ ഇതിനെ വടക്കോട്ട് ഐസ്ബർഗ് അലി എന്ന് വിളിക്കപ്പെടുന്ന പാതയിലൂടെ നയിച്ചു. ഈ യാത്രക്കിടയിൽ 8 മാസത്തോളം ഒരു കൂറ്റൻ ജലചുഴിയിൽ അകപ്പെട്ട് ഇത് വട്ടം കറങ്ങുകയും ചെയ്തു. സമുദ്രത്തിനടിയിലെ പർവ്വതങ്ങൾക്ക് മുകളിൽ രൂപപ്പെടുന്ന ടെയ്ലർ കോളം എന്ന പ്രതിഭാസമായിരുന്നു ഇതിന് കാരണം. 2026 തുടക്കമായപ്പോഴേക്കും അന്റാർട്ടിക്കയിൽ നിന്ന് ഏറ്റവും അകലത്തേക്ക് സഞ്ചരിച്ച മഞ്ഞുമലയായി ഇത് മാറി. നിലവിൽ ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങളിൽ എത്തിയതോടെ ഇതിൻ്റെ അന്ത്യം വേഗത്തിലായി. ഹൈഡ്രോ ഫ്രാക്ചറിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ് ഈ മഞ്ഞുമല ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്തെ ചൂടിൽ മഞ്ഞുമലയുടെ ഉപരിതലത്തിൽ നീല നിറത്തിലുള്ള ഉരുകിയ വെള്ളം തടാകങ്ങൾ പോലെ രൂപപ്പെടുന്നു. ഈ വെള്ളത്തിൻ്റെ ഭാരം മഞ്ഞിലെ വിള്ളലുകളിലേക്ക് സമ്മർദ്ദം ചെലുത്തുകയും ഉള്ളിൽ നിന്ന് മഞ്ഞുമലയെ പൊട്ടിക്കുകയും ചെയ്യുന്നു. 2025 ജനുവരിയിൽ 3640 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുണ്ടായിരുന്ന ഈ മഞ്ഞുമല 2026 ജനുവരി ആയപ്പോഴേക്കും വെറും 506 ചതുരശ്ര കിലോമീറ്ററിലേക്ക് ചുരുങ്ങി. അതായത് അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തിൻ്റെ 8/1 ഇത് മാറിയിരിക്കുന്നു. ഇനിയും വലിപ്പം കുറയുന്നതോടെ ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് ശാസ്ത്രജ്ഞർ അവസാനിപ്പിക്കും. A23A എന്ന മഞ്ഞുമലയുടെ അന്ത്യം വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് ശാസ്ത്രലോകത്തിന് വലിയൊരു പാഠപുസ്തകം കൂടിയാണ്. ഇവ ഉരുകുമ്പോൾ സമുദ്രത്തിലേക്ക് അയൺ, നൈട്രജൻ എന്നീ പോഷകങ്ങൾ വൻതോതിൽ പുറത്തുവിടും. ഇത് കടലിലെ പ്ലവകങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും സമുദ്രത്തിലെ ഭക്ഷ്യ ശൃംഖലയെ ഒന്നടങ്കം പോഷിപ്പിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്റാർട്ടിക്കയിലെ ഐസ് ഷെൽഫുകൾ തകരുന്നത് സമുദ്രനിരപ്പ് ഉയരുവാൻ കാരണമാകുന്നുണ്ട്. A23A എങ്ങനെയാണ് ഉരുക്കി നശിക്കുന്നത് എന്ന് പഠിക്കുന്നതിലൂടെ ഭാവിയിൽ സമുദ്രനിരപ്പിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലെ വേനൽക്കാലം അവസാനിക്കുന്നതോടെ ചരിത്രത്തിലെ ഈ ഏറ്റവും പഴയ മഞ്ഞുമല പൂർണ്ണമായും ഓർമ്മയാകും. വെബ് ഡെസ്ക് തത്വമയി TV.